കാസർഗോഡ് കൊളത്തൂരിൽ മയക്കുവെടി വെക്കുന്നതിനിടെ രക്ഷപ്പെട്ട പുലിക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ്. പ്രദേശത്തെ ഓരോ മേഖല തിരിച്ചാണ് തിരച്ചിൽ. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. തുരങ്കത്തിൽ കുടുങ്ങിയ പുലിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പുലർച്ചെ ചാടിപ്പോവുകയായിരുന്നു. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, ഇപ്പോൾ എവിടെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടല്ലോ. സ്മൃതി, തീർച്ചയായും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി നടന്ന തെരച്ചിലാണ് ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നു. അതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ഒരു പ്രദേശവാസികളും കൂടി ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ മറ്റും ഇത്തരത്തിൽ ഒരുപാട് പുലികൾ, ഏകദേശം 4-5ഓളം പുലികൾ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, കണ്ടതായി ആളുകൾ പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികൾ കൃത്യമായിട്ട് എവിടെയൊക്കെ തന്നെയാണ് പുലികൾ ഉള്ളതെന്ന കാര്യം സൂചന ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഒരു തെരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു മയക്കുവെടി വെച്ചിരുന്നത്. എന്നാൽ ആ മയക്കുവെടി ഏൽക്കാതെ തന്നെ പുലി ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോൾ ആ ഭാഗത്ത് നടക്കുന്നത്. ബദിയൊടുക്ക അല്ലെങ്കിൽ ആ ഇരിയണ് ഭാഗത്തെല്ലാം പുലിയെ നിരന്തരം കാണാറുണ്ട്. അവിടുത്തെ പ്രദേശവാസികളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആടിനെ അല്ലെങ്കിൽ പട്ടികളെ അടക്കം കടിച്ച് കീറി കൊന്ന സംഭവങ്ങൾ നിരവധി അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. കാസർഗോട്ടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പുലിയുടെ ആക്രമണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ കിണറിലൊരു പുലി ചത്തടക്കം സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുലിയുടെ ആക്രമണം നിരന്തരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സ്മൃതി, ശരി, അർച്ചനയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.